ഹേ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ വിചാരിക്കും വെള്ളം സമ്മതിക്കില്ല. അപ്പോൾ ഗായ്സ്, തംബ്നെയിലിൽ കണ്ടപ്പോലെ നമ്മളിന്ന് തൊപ്പിയുടെ അടുത്തേക്ക് പോണേ. ഞങ്ങൾ ഇനി കൂടുതൽ സർപ്രൈസിങ് ആക്കാൻ നിൽക്കില്ല. നമ്മളിന്ന് ഫുൾ ഡേ ഞങ്ങൾ തൊപ്പിയുടെ അടുത്ത് പോയി അവിടുത്തെ വ്ളോഗും കാര്യങ്ങളും ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു എത്തുന്നവരെ കോഴിക്കോട് ടു എറണാകുളം വരെ എല്ലാ വിശേഷങ്ങളും ഉണ്ടാവും. സ്കിപ്പ് ചെയ്ത് പോയാ വളരെ എല്ലാ ഫണ്ണായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞങ്ങൾ പോകുമ്പോ എന്തൊക്കെ നടക്കണ്ടോ ഒക്കെ ഇതിലുണ്ടാവും. ചിരിച്ചാനും കുറെ ഉണ്ടാവും. സ്കിപ്പ് ചെയ്ത് പോയാൽ ആൾക്ക് മിസ്സാവും. അപ്പം മാക്സിമം ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ട്രെയിനിലാണ്. അപ്പോൾ ട്രെയിനിൽ നമുക്കൊരു സംഭവം ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നു. ടിക്കറ്റ് എടുത്ത് നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റാണ് ടിക്കറ്റ് എടുത്ത്, സ്ലീപ്പർ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വേറെ ട്രെയിനിൽ കയറി. അതിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഉമർ പറഞ്ഞിരും. നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് കാര്യം പൈസ എത്ര ലാഭിച്ചാന്നുള്ളത്. അതെ, അതിനുള്ള വലിയ എക്സാമ്പിൾ ആണ്. നമ്മളിപ്പോ എറണാകുളം പോവാന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ എനിക്ക് തോന്നുന്നത് ബുധനാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ ഉള്ളത്. ദുരന്തോ എക്സ്പ്രസ്, എറണാകുളം ദുരന്തോ എക്സ്പ്രസ്. ട്രെയിൻ ടിക്കറ്റ് ഓൺലൈനിൽ വരുന്നത് 395 രൂപയാണ്. നമ്മൾ അവിടുന്ന് അറിയാതെ ജനറൽ എടുത്ത് അവിടെ 160 പോയെങ്കിലും നമ്മളിവിടെ ഈ സ്ലീപ്പറിൽ കയറിയിട്ട് ടീറ്റിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് അത്ര എളിമോടെ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം. അപ്പം ഓരെന്ത് ചെയ്യും, ആയിക്കോട്ടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും. കാരണം ബോഗി കാണിച്ചു കൊടുക്കുക നമ്മള് ബോഗി കാണിച്ചു കൊടുക്കുക. ഞങ്ങൾ ബോഗിയാണത്. ഈ ബോഗിയിലൊന്നും ഒരു പോലും അപ്പുറത്തൊക്കെ ഞാൻ ഇറങ്ങി കാണിച്ചു. അപ്പുറത്തെ വിഷയം ഞാൻ ഫുൾ കാലി അത്രയും സീറ്റ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇങ്ങോട്ട് പുറത്ത് ജനറൽ എടുക്കരുത്. ഞങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ജനറൽ എടുത്തു പോയി. അപ്പൊ നമുക്ക് നേരത്തെ ഏതാണ്ട് ട്രെയിനിലായപ്പോ നമ്മൾ കയറിയതാണ്. 300 രൂപ കൊടുത്ത് രണ്ടാൾക്ക് 300 രൂപ കൊടുത്ത് പ്ലസ് ഞങ്ങളൊരു 160 രൂപ കൂട്ടുക. ആകെ 460 രൂപ നമുക്ക് വന്നത്. അതായത് ഒരാൾക്ക് 230 രൂപ. അതിന് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് വരുന്നത് 395 രൂപയാണ് വരുന്നത്. അപ്പൊ രണ്ടാൾക്ക് എത്ര ആയി? 600 സംതിങ്. രണ്ടാൾക്ക് ഒരാളെ പൈസ കൂടി ആയില്ല. അതെ, ഞങ്ങൾ ജനറൽ പുറത്തുനിന്ന് എടുത്തോണ്ട് മിസ്റ്റേക്ക് വന്നു. മറ്റേത് 300 രൂപയ്ക്ക് ഞങ്ങൾ കൈയാട്ടി. അപ്പം ഇത് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇതൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. അപ്പൊ ഗായ്സ്, നമ്മൾ ഉമറുണ്ട്. ഉമർ കാര്യമായിട്ട് എന്തോ നോക്കണം. എന്താണോ ഉമറേ? എടുക്കടിച്ച് കൈയോട് കൊടുക്കുക. ആ ഗൈസ്, ഉമറിന്റെ നാട്ടിൽ കാപ്പിപ്പൊടിയാണ് കോട്ടം. എന്തോ പറയുന്നത്. ഇപ്പൊ ഗായ്സ്, 20 ഉറുപ്പ്യക്ക് നാട്ടില് അല്ല, ഇവിടുത്തെ 30 ഉറുപ്പ്യൻ്റെ ലൈസാ. ഈ ക്വാണ്ടിറ്റി നമ്മളെ നാട്ടിൽ 20 ഉറുപ്പ്യ കിട്ടും അല്ലേ? വെറുതെ ആണ്. പക്ഷേ വിശന്നുകൊണ്ട് പിന്നെ തിന്നാൻ പറ്റിയ സാധനം ഇതാണ്. കണ്ടോ, എണ്ണി തിന്നാ പേടാന്ന് അറിയില്ല. എവിടെ നിർത്തി ഷൊർണൂർ കഴിഞ്ഞ് ഗ്യാസും കുറ്റി ഇവിടെ എന്താ പറയുക, ആസ്വദിച്ച് തിന്നാ കുറ്റി. ഗായ്സ്, ഉമർ മറ്റേ പുതിയ ടീഷർട്ടൊക്കെ ഇറക്കി. ബാലൻസ് കളർ കളിക്കുന്നതാണ് പറഞ്ഞത്. കളർ കളിക്കില്ലത്, ട്രെൻഡ്. ഈ ഒരു ടീഷർട്ട് ഇട്ടതിന്റെ കണ്ണുതിരിവൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഷോ ആണ് കാണിക്കുന്നത്. ഗായ്സ്, കേട്ടില്ലേ? മഴ പെയ്താലും തവള തന്നെ കറക്റ്റ് അതേ സൗണ്ട് ആണോ അല്ല? നിങ്ങൾ കമന്റ് പറയും. ഞങ്ങൾ വന്ന ട്രെയിനിലെ ബോഗിയാണ്. ആരുമില്ല. ഞങ്ങൾ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം എന്താ പറയുക, സർക്കാർ നമുക്ക് മാത്രം ഒരു ബോഗി തന്നിട്ടുണ്ട്. നമ്മൾ പോരാൻ നേരത്തെ ട്രെയിനില്ല. ഉള്ള ട്രെയിൻ ജനറൽ മാത്രം നല്ല തെറ്റാണ്. ഇത് സ്ലീപ്പർ മാത്രമുള്ള ട്രെയിൻ വേണമെന്നാണ് തന്ന്. നല്ല സ്നേഹമുള്ള ഗവൺമെൻറ്. ഇങ്ങനെ ആയാൽ മതിയില്ല. എപ്പോഴും തിരിച്ചു പോകുമ്പോൾ കണ്ട വണ്ടി അണ്ണാക്കിലും മുള്ളാട്ട പോണേ കണ്ടാണ്ട് ഈ വീഡിയോയിലുണ്ടാവും. ഗൈസ്, ഒരുത്തന്നെ എക്സലേറ്ററുമ്പോൾ കയറിയിട്ട് വെറുത്ത് കളിക്കണേ. അതേ കയറാ. ഇനി പണ്ടേ ചെറുപ്പത്തിൽ വാപ്പനപ്പുറം കയറിയാന്നല്ല പറഞ്ഞേ. എടുത്തരേ അല്ല വേണ്ട. സൈഡ് ഈ സ്ഥലത്തിന്റെ പേരെന്താ? എന്ത് സ്റ്റേഷൻ? മെട്രോ സ്റ്റേഷൻ. എൻ്റെ ഫോണിൽ പോകും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കേട്ടോ. ഇതാണ് മെട്രോ. ഉമർ പറഞ്ഞതാണ്. ഉമറെ എന്തല്ലേ മെട്രോ? വിമാനത്താവളാണ്. അത് പറയാം, അതിനപ്പുറം പറയും. തള്ളവും എടുക്കനാ. അങ്ങനെ കഴിച്ച് നമ്മള് എടപ്പള്ളി സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് നമ്മള് ഫുഡ് കഴിക്കുക.
എന്നിട്ട് ഊബർ വിളിച്ചിട്ട് ബാക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് ആളെടുത്തിട്ട് ആരാ കിട്ടിയത്? വെയിറ്റ് ചെയ്ത് കൊടുക്കണേ. ആടുന്ന് കാണാം. ഇതാണ് യൂസുഫ് അലി സാറ് ഒറ്റക്ക് ഉണ്ടാക്കിയ സാധനം അല്ലേ? എന്നിട്ട് എന്തുണ്ടായോ? ഞാൻ 5-6 ഗ്യാസ് കുറ്റി മേലെ കയറി കഴിയോ ആർക്കെയും കഴിയോ? ഗ്യാസ് കുറ്റി നിറയ്ക്കാനാവോ ഉരുളങ്ങ എന്നിട്ട്? ഗായ്സ്, അതേപോലെ ഷാജിഖാന്റെ ഒറ്റക്ക് വഴി വെട്ടി വന്നതിന്റെ അടയാളാണ് ഈ കാണുന്ന മൈജി. എത്രാമത്താന്ന് എനിക്കറിയില്ല, എന്നാലും എത്ര. അപ്പോൾ ഉമറിന് എൻ്റെ വക ഫുഡ്. എൻ്റെ വക സന്തോഷം. ഇതാണ് ഈ എറണാകുളത്തിൻ്റെ മെയിൻ പ്രശ്നം, പ്രത്യേകിച്ച് ലുലുമാളിൻ്റെ അടുത്ത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഈ എന്ത് പറയണ്? അല്ല, ഗായ്സ് നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് ഗായ്സ് ഫൈനലി അങ്ങനെ നമ്മൾ തൊപ്പിയുടെ പുര കണ്ടെത്തിയിരിക്കുന്നു. ഉളുപ്പിലാണ് നാക്കണാണ്ടില്ലേ, വണ്ടി പണിയാക്കി തിന്നാന്. എന്താ അവിടെ സംഭവിച്ചേ? ഡബ്ല്യു അതെ, മലപ്പുറംകാർ കയ്യും വീശിക്കാണ്ട് ഒരു സ്ഥലത്തേക്ക് പോലാറിട്ടെ ഇവിടെ കുത്തിരുന്ന് പെരുന്തീറ്റ. കഴിഞ്ഞ് ഇനി ഞാനും തൊപ്പിൻ്റെ വീട്ടിൽ വന്നിട്ട് തൊപ്പിൻ്റെ ലൈവ് പുറത്തുനിന്ന് കാണുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ലൈവ് കാണാം, ഇപ്പം കയറും. കണ്ടോ അവിടെ ഒച്ചപ്പാടൊക്കെ ഉണ്ട്. ഇപ്പം കയറും നമ്മൾ എൻട്രി, സർപ്രൈസ് എൻട്രി. അതെ, എനിക്ക് കൊറേ സ്കില്ലൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് ബോൾ ഇങ്ങനെ മുകളിലേക്ക് എടുക്കാൻ അറിയാം. അല്ലല്ല, ബോള് നീ ബോള് ഇങ്ങനെ എടുക്കാണ്ട് നിന്റെ കയ്യിലേക്ക് ആക്കിയ ഇങ്ങനെ കയ്യിലെ കൊണ്ട് എടുക്കാണ്ട് അത് കയ്യിലേക്ക് ആക്കണം, കാലിനെ കൊണ്ട് പിടിക്കാം, പുലിയാണ്ട് എടുക്കണം. ഇല്ലല്ലോ, ഒറ്റ ചാൻസ്. ഞാൻ പണ്ട് ചെയ്തതാ, ഞാൻ ചെയ്ത് നോക്കട്ടെ, ഞാൻ ചെറുപ്പത്തിൽ ചെയ്തതാ. ഇതെന്താ പണി? ഞാതെ വീട് വെച്ചിട്ട് കുപ്പായ വരും. കുറച്ച് സ്കിൽസ് പഠിപ്പിച്ചോ, എങ്ങനെ പെന്ന് പെന്നോടുണ്ടാവും. ഇത് പഠിപ്പിച്ചോടാ, ഈ ജഗ്ലിംഗ്. നാല് പറ്റൂല. 4 കൂടുതൽ ചെയ്താൽ എന്തേലും ഇല്ല. 4 കൂടുതൽ ചെയ്താ ഇവിടെ കുനിഞ്ഞിരിക്കണം. പറ്റൂല. എന്താ ഞാൻ ആവൂല എന്തായാലും ആവൂല. നിന്റെ മുഖത്ത് നിൽക്കും, നിന്റെ തലയിൽ നിൽക്കും. സ്ഥലമുണ്ട് മാറിക്കടാ പോണ്ടേ. പെട്ടെന്ന് ചെക്കന് സ്കില്ല് കാണിക്കണം. തൊപ്പി വിളിച്ചേ ഇവിടല്ലേ ഇതെന്താ GK ഗോൾ കീപ്പറോ? GK എന്തിനാ നിന്നെ വിളിക്കുന്നത്? നീ ഗോൾ കീപ്പറാ? ഒരേ ടീമിൽ ഞങ്ങള് രണ്ടാൾ ഫുട്ബോൾ പ്ലേയേഴ്സ്. അങ്ങനെ അവിടെ പണ്ട് നമ്മള് ചാരിറ്റി ഫുട്ബോൾ മാച്ച് കളിക്കുമ്പോഴത്തെ ഫോട്ടോ എനിക്ക് നിന്റെ മുഖേ ഓർമ്മയില്ല കേട്ടോ. നീ മറ്റേ ഈ അടുത്ത് പറഞ്ഞ മറ്റേ 2-ലുണ്ടായിരുന്നു അല്ലേ? അസർ ഒന്നും പെർഫോം ചെയ്തില്ല, അതുകൊണ്ട് അസറിന് മുട്ടായി. നിനക്ക് പെർഫ്യൂം
മണേ പൊളിച്ചോ ആസർ വന്നാലും വന്നിട്ട് ഒരു പാട്ട് പോലും പാടാണ്ട് പോകുന്നത് ശരിയല്ല. അത് ശരിയല്ല. ഗായ്സ് തൊപ്പി ഓന് മാത്രമല്ല എനിക്കൊരു ഗിഫ്റ്റ് തന്നെ. അത് ഞാൻ അവിടെ പൊട്ടിച്ചിട്ടോ. അത് നമ്മുടെ നല്ല മനസ്സ്. അതായത് നമുക്കൊരു സംഭവം കിട്ടി, ഗിഫ്റ്റ് കിട്ടിക്കാന്നുണ്ടെങ്കിൽ എന്ത് കാര്യല്ലേ? പെർഫ്യൂം ഞാൻ എല്ലാവർക്കും അടിച്ചു കൊടുക്കുക. അത് റേറ്റോ എന്നോട് പൊട്ടിക്കണ്ടായിരുന്ന ഞാൻ പൊട്ടിച്ചു എല്ലാവർക്കും എന്റെ വക ചോക്ലേറ്റ്. ഇത് എനിക്ക് സ്വന്തം മറ്റേ മുട്ടായി പൊട്ടിച്ചു പറഞ്ഞത്. ആ മറ്റേ എനിക്ക് സ്വന്തം ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമുള്ള സംഭവമാണല്ലോ. അപ്പൊ ഗൈസ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. പെർഫ്യൂം എന്നാ പറഞ്ഞേ. പക്ഷേ തൊപ്പിന്റെ മനസ്സിലായി, ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് കണ്ടപ്പോ അൾട്രന്റെ അല്ല ഐഫോൺ നല്ലതാണെങ്കിൽ ഞാൻ തരൂലേ. അങ്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ഞാൻ എടുക്കും. നല്ല ക്വാളിറ്റി സാധനം. പൊട്ടിക്കണില്ലടാ. പൊട്ടിക്ക് നോക്കട്ടെ. കൊണ്ടുവരല്ലേ? ഇല്ല നോക്കാനാ. ഗൈസ് ഞാന് വീഡിയോക്ക് ലെങ്ത് കൂട്ടാൻ വേണ്ട പൊട്ടിക്കാം. സ്പീഡിൽ പൊട്ടിക്കണോ? എന്താ നെക്കാതെ മണിപ്പിക്കണേ. മൂക്കിലേക്ക് ഞാൻ നോക്കണേ കൊണ്ടാ അതിലടിച്ചിട്ട് കാറിലുള്ള കൊണ്ടാ നോക്കട്ടെ. പറേ യോഗ ഇല്ല മണിയെ നോ ഗേൾസോ. അപ്പോൾ പറ്റോളം ആരാടോ? നോ ഗേൾസ്. എൻ്റെ കുട്ടി കേൾക്കണ്ട കേട്ടോ. എൻ്റെ കുട്ടി കേട്ടാൽ എന്നെ ചമ്മന്തിരും. ചിരിക്കണ്ടെങ്കി ഞാൻ എൻ്റെ ഓക്കെ അയച്ചു കൊടുക്കണോ? ഇനി കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ. ഓമ്പാവാ എടാ കുത്തിരിക്കണേ സ്റ്റെപ്പ് മേലെ. ബേക്കിൽ ഭയങ്കര ക്രൗഡാണ് ഗൈസ്. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ. നമ്മുടെ വീട് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് നല്ലോണം വേണം. അല്ല വരെ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലൈഫ് എന്താണെന്നുള്ള കണ്ടില്ല, അവസ്ഥ കണ്ടില്ലേ. അപ്പൊ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ.